സുഹൃത്തുക്കളെ, കുറച്ചു ദിവസം മുമ്പ് ഫെബ്രുവരി മാസത്തിലെങ്ങാണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ജയറാമേട്ടനെ അദ്ദേഹത്തിന്റെ ഒരു സിനിമ കാണാൻ വന്നിരുന്ന ഒരു ആരാധകൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഒന്ന് ആലിംഗനം ചെയ്യാൻ നിൽക്കുമ്പോൾ വേണ്ട, ആലിംഗനം ചെയ്യേണ്ട എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് അദ്ദേഹത്തെ തള്ളി മാറ്റിയിട്ട് ആ ഒരു സദസ്സ്, ആ ഒരു പ്രദേശം വളരെ ഭംഗിയായിട്ട് വിട്ടുപോകുന്ന ജയറാമിന്റെ ദൃശ്യം. അമിത വിനയം കാണിക്കുന്നവനാണ് എന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് ചീത്തപ്പേരുകൾ ഇന്ദ്രൻസിനെ പോലെ തന്നെ ജയറാമേട്ടന് കിട്ടാറുണ്ട്. എന്തായാലും അമിത വിനയമാണോ എന്താണെന്നറിയില്ല. പല ആൾക്കാരും പറയുന്നത് അല്ല, ഈ ഫീൽഡ് ഔട്ടിലായ താങ്കളുടെ ഒരു പ്രിയ ആരാധകൻ വന്ന് ഒന്ന് ആലിംഗനം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ആലിംഗനം ചെയ്യാൻ നിന്നു കൊടുത്താൽ നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഈ ഫീൽഡ് ഔട്ടായ ഇത്തരം ആളുകളൊക്കെ പിന്നാലെ പോകുന്ന തന്നൊക്കെ പറഞ്ഞാൽ മതി എന്ന് ആ ഒരു ആരാധകൻ പറയുന്ന ആളുകളുണ്ട്. ഇതില് ഒരു വലിയ പ്രശ്നം ഉണ്ടാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ആരാണ് ഈ കലാകാരന്മാർ നമുക്ക് എന്നുള്ളതാണ്. കലാകാരന്മാർ ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും കയറി മേയാൻ പറ്റുന്ന ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആണോ കലാകാരന്മാർ അല്ലെങ്കിൽ സിനിമാ നടന്മാർ? നമുക്ക് ഒരുപക്ഷെ ഒരു മമ്മൂട്ടിയോ മോഹൻലാലിനെയോ ആരെങ്കിലും കാണുമ്പോൾ നമുക്ക് പോയിട്ട് കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. അത് നമ്മുടെ ഉള്ളിലുള്ള അപാരമായിട്ടുള്ള ഒരു ആരാധനയാണ്. ഈ ആരാധന ഉണ്ടാവുന്നത് ഇവർ അഭിനയിച്ച സിനിമയിൽ നിന്ന് മാത്രമാണ്. ഇവർ അഭിനയിച്ച സിനിമയിലെ കഥാപാത്രങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ആ ഒരു കഥാപാത്രത്തോട് നമുക്ക് ആരാധന ഉണ്ടാവുന്നത്. പക്ഷേ ഇവർ അഭിനയിച്ച സിനിമയിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവം ഒന്നും ആയിരിക്കണമെന്നില്ല 1% പോലും അവരുടെ യഥാർത്ഥ സ്വഭാവം. അത് വേറെ ഒന്നായിരിക്കാം. വളരെ വ്യക്തമായിട്ട് അത് വേറെ ഒന്നായിരിക്കാം. പക്ഷേ അതുവരെ കണ്ട് ശീലമില്ലാത്ത ഒരാളെ, അപരിചിതന ഒരാളെ കെട്ടിപ്പിടിക്കാൻ ഒട്ടും ഇല്ലാത്ത ഒരാളായിരിക്കാം ജയറാം എന്ന് പറയുന്ന മനുഷ്യൻ. എന്നാൽ ഇതിനേക്കാൾ അപ്പുറത്ത് തൻ്റെ എന്താ പറയാ ഓഡിയൻസിനെ, തൻ്റെ കാഴ്ചക്കാരെ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന നടന്മാരുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അങ്ങനത്തെ ഒരാളാണ്. 2 ദിവസം മുമ്പ് ഞാൻ തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് മോഹൻലാലിന്റെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. ഞാൻ ചുമ്മാ അതിനിടയ്ക്ക് ഞാനും തപ്പി വെക്കുകയാണ്. എന്റെ മുമ്പിലേക്ക് ആ വീഡിയോ ഇനി വന്ന് എത്തുമോ എന്നുള്ളൊരു സംശയത്തിന് പുറത്ത് തപ്പിയതാണ്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. എങ്ങനെയാണ് മോഹൻലാൽ പോലുള്ള ഇത്രയേറെ തിരക്കേറിയ ഒരു നടന് ഇതൊക്കെ സാധിക്കുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അദ്ദേഹം ചെയ്യുന്ന സിമ്പിൾ പ്രവൃത്തിയൊന്നല്ല. തന്നെ കാണാൻ വരുന്ന ആളുകളെ മുഴുവൻ അദ്ദേഹം ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കണം. ചില ആളുകൾക്ക് കെട്ടിപ്പിടിക്കണം, ചില ആളുകൾക്ക് മോഹൻലാല് തോളത്തൂടെ കൈ വെക്കണം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് മോഹൻലാല് ചെയ്യുന്നത് എന്തൊരു ഭീകര പ്രവൃത്തി എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇതിനൊക്കെ ഇദ്ദേഹത്തിന് എവിടെ സമയം എന്നൊക്കെയാണ് എനിക്ക് അപ്പൊ ചിന്തിക്കാൻ തോന്നിയത് കേട്ടോ. എന്തായാലും ഞാൻ ആ വീഡിയോ നോക്കി. നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട് അതിവിടെ കാണാൻ. ആ തിരക്ക് കാണുന്ന മുഴുവൻ മോഹൻലാലെ കാണാനുള്ള തിരക്കാണ്. അതാ നിന്ന് ഫോട്ടോ എടുക്കണം. കണ്ടില്ലേ? ആ ക്യൂ നിൽക്കുന്ന ആളുകളുമായിട്ട് മുഴുവൻ ഫോട്ടോ എടുക്കാൻ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഒരു മടിയില്ല. അദ്ദേഹം നിന്ന് ഫോട്ടോ എടുക്കും. ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങനെ ചെലവഴിച്ചു. ഒരാൾ പോലും ഫോട്ടോ എടുക്കാതെ മടങ്ങി പോയിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയും. ഇത് ചില നടന്മാർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. തന്റെ ആരാധകന്മാരെ കൃത്യമായിട്ടും തന്റെ ഒപ്പം നിലനിർത്താൻ കഴിയുന്ന ഒരു കാര്യം. എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. അതേസമയം തന്നെ മോഹൻലാല് ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ മാത്രം അദ്ദേഹം ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. എല്ലാ കാര്യത്തിലും ഇത്തരം ആളുകളിൽ നിന്ന് ഉത്തരവും സ്നേഹവും പ്രതീക്ഷിച്ച് നമ്മൾ ആരും ചെല്ലരുത്. അവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ബോഡി സ്പേസ് ഉണ്ട്. ഇത് നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല. എനിക്ക് വളരെയധികം അറപ്പ് തോന്നിയ ഒരു വീഡിയോ കൂടി കണ്ടോ. സുഹൃത്തുക്കളെ, റീഗൽ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വന്ന മഞ്ജു വാര്യരാണ്.
അത് വളരെയധികം സന്തോഷത്തോടെ ആ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനവിടെ വന്ന് നിൽക്കുന്നു. പെട്ടെന്ന് രണ്ട് സ്ത്രീകൾ അവിടേക്ക് കയറി വരുന്നു. കേറി വന്നിട്ട് ആ ഒരു തിരക്കുണ്ടാക്കി. ഒരുപക്ഷേ ഇതൊരു അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഒരു ഭാഗമായിരിക്കും. എനിക്ക് അവരുടെ അർപ്പാണ് തോന്നിപ്പോയത്. ആ ഒരു തിരക്കിനിടയ്ക്ക് ഓടി വന്നിട്ട് ഒന്ന് കണ്ടോട്ടെ എന്ന് ഭയങ്കര കരച്ചിലോട് കൂടി പറയുന്നു. ആ മഞ്ജു വാര്യരെ വിത്തൗട്ട് ഹെർ പെർമിഷൻ, അവരുടെ അനുവാദമില്ലാതെ ആലിംഗനം ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒരു ഉമ്മ കൊടുക്കുന്നു, ചുംബനം കൊടുക്കുന്നു. തൊട്ട് പുറകിൽ ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ തടുത്തുകൊണ്ട് മാത്രം അതുണ്ടായില്ല. നോക്ക്, ഈ വരുന്ന ആളുകൾ മുഴുവൻ ആലിംഗനം ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളാണോ എന്ന് വല്ല ഉറപ്പുണ്ടോ? എന്തെങ്കിലും ഒരു പ്രതികാരത്തിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും വളരെ പെട്ടെന്ന് ആ ഒരു കെട്ടിപ്പിടുത്തത്തിനൊപ്പം തന്നെ ആക്രമിച്ചാലോ, ഒരു കത്തി കുത്തി ഇറക്കിയാലോ? സാധ്യതകളാണ് പറയുന്നത്. ഇവർക്ക് എന്താ പേഴ്സണൽ സ്പേസ് വേണ്ടേ? മഞ്ജു വാര്യർക്കായാലും മോഹൻലാലിനായാലും ഇവിടെ നമ്മുടെ എന്താ പറയാ ജയറാമിനായാലും പേഴ്സണൽ സ്പേസ് ഒന്നും വേണ്ടേ? വേണം. 100% നമ്മൾ കൊടുത്തേക്കും. ഇതേപോലുള്ള സ്നേഹത്തിന് ശേഷം ഒരുപക്ഷെ മഞ്ജു വാര്യർക്ക് അത് തീരെ ഇഷ്ടമല്ലാത്ത ഒരു സ്നേഹപ്രകടനമാണെങ്കിലും അവര് ഒരുപക്ഷെ നെഗറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെയുണ്ട് കുറെ എണ്ണം. പക്ഷെ ചില നടന്മാരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഒരിക്കൽ സ്റ്റേജിൽ നിന്ന് ഒരാളെ തള്ളിയിട്ടുണ്ട്. മമ്മൂട്ടി ഒരിക്കൽ കൈ നീട്ടി ഒരുത്തനെ അടിച്ചിട്ടുണ്ട്. ടോവിനോ തോമസ് ഒരിക്കൽ ഒരുത്തനെ നല്ല തെറി പറഞ്ഞിട്ടുണ്ട് പിച്ചയിന്റെ ഭാഗമായിട്ട്. ഇങ്ങനെ പല രീതിയിലും പല ആളുകളും പ്രതികരിക്കുന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്ന ആ സ്പേസ് തകർത്ത് നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് ഇവർക്ക് നമ്മളെ ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരു ഗതികേട് തന്നെ പറയാൻ കഴിയുള്ളൂ. ഗതികേടിലേക്ക് അവർ. കാരണം ആരാധകർ 1% പോലും വെറുപ്പിക്കരുതെന്ന് അവർക്കറിയാം. ആരാധകർ വെട്ടുകിളികളാണെന്ന് അവർക്കറിയാം. അപ്പോ വെറുപ്പിക്കാതെ എങ്ങനെയൊക്കെ മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ അവരവരുടെ റിയൽ സ്വഭാവം എടുത്ത് വെക്കും. എന്തായാലും ജയറാമിനെ ഈ ഒരു കാര്യത്തിൽ തെറി പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബൈ. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ നേരെ വിരുദ്ധമായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം എഴുതിക്കാം. ബൈ.